ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനറൽ പേപ്പറിന്റെ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് എക്സാമിന് 2025 നടന്ന ജൂലൈയിലെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ പറയുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെറുപ്പത്തിലോട്ടൊക്കെ കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സേഫ്റ്റി പിൻ ആസ് വി നോ ഇറ്റ് ടുഡേ വാസ് ഇൻവെന്റഡ് ബൈ. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സേഫ്റ്റി പിൻ എന്ന് പറയുന്ന ഈ സേഫ്റ്റി പിൻ ഇൻവെന്റ് ചെയ്ത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അറിയാവുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലാത്തവർ ചിലപ്പം ഇഷ്ടപ്പെടും. പക്ഷെ ഉത്തരം എന്ന് പറയുന്നത് വാൾട്ടർ ഹണ്ട് ആണ് കേട്ടോ. വാൾട്ടർ ഹണ്ട് ആണ് സേഫ്റ്റി പിൻ ഇൻവെന്റ് ചെയ്തത്. ഇനി അടുത്തത് ജോൺ ബേഡ്. ജോൺ ബേഡ് എന്ന് പറയുന്ന പേര് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ജോൺ ബേഡിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെലിവിഷൻ ആണ്, അല്ലെ? ടെലിവിഷൻ TV ഇൻവെന്റ് ചെയ്ത ആളാണ് നമ്മുടെ ജോൺ ബേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വർക്കിംഗ് മെക്കാനിക്കൽ TV സിസ്റ്റം 1920-കളിലൊക്കെയാണ് ഈ ഒരു ഇൻവെൻഷൻ അദ്ദേഹം നടത്തുന്നത്. ഇനി അടുത്തത് ജോൺ കെ. ജോൺ കെ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൈയിങ് ഷട്ടിൽ. ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുണി വ്യവസായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിഷനാണ്, അല്ലെ? അപ്പൊ ഫ്ലൈയിങ് ഷട്ടിൽ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ജോൺ കെ ആണ്. ഇനി ഡൈസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെയിംസ് ഡൈസൺ ഈസ് എ മോഡേൺ ബ്രിട്ടീഷ് ഇൻവെന്റർ ആൻഡ് എഞ്ചിനീയർ. എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? ബാഗ്ലെസ് വാക്വം ക്ലീനർ. ബാഗ്ലെസ് വാക്വം ക്ലീനറിന്റെ ഇൻവെൻഷൻ ആണ്. അതിന്റെ പേരിലാണ് ആരറിയപ്പെടുന്നത്? ജെയിംസ് ഡൈസൺ. അപ്പൊ ഡൈസൺ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പേരിൽ തന്നെ വാക്വം ക്ലീനറുകളൊക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഇൻവെൻഷനുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതുവാൻ സാധിക്കും. ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യം. ദ മോസ്റ്റ് എക്സ്പെൻസീവ് പെയിന്റിംഗ് സാൽവദോർ മുണ്ടി ഇസ് ആട്രിബ്യൂട്ടഡ് ടു. അപ്പൊ ഈ ഒരു പെയിന്റിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് ചിത്രകാരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അതിൽ ഓപ്ഷനിൽ മൈക്കൽ ആഞ്ചലോ, വില്യം ഡി കൂണിംഗ്, ലിയനാർഡോ ഡാവിഞ്ചി, പാബ്ലോ പിക്കാസോ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ലിയനാർഡോ ഡാവിഞ്ചി ആണ് കേട്ടോ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് സാൽവദോർ മുണ്ടി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് എക്സ്പെൻസീവ് പെയിന്റിംഗ് എവർ സോൾഡ്. ഏകദേശം $450 മില്യൺ ഒരു ഓപ്ഷനിൽ ഇത് വിറ്റുപോയത്. 2017-ലാണ് ഈ ഒരു ഓപ്ഷൻ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് നോക്കുക. ഇനി നമുക്ക് വില്യം ഡി കൂണിംഗ്, ലിയനാർഡോ ഡാവിഞ്ചി, പാബ്ലോ പിക്കാസോ ഇവരെല്ലാം ചിത്രകാരന്മാരാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വർക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. പറഞ്ഞ പോലെ മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രിയേഷൻ ഓഫ് ആദം എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അതുപോലെ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രമുണ്ട്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് മൈക്കൽ ആഞ്ചലോയുടെ. ഇനി വില്യം ഡി കൂണിംഗിലേക്ക് വരികയാണെങ്കിൽ വുമൺ 1, വുമൺ 3 എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പെയിന്റിങ്ങുകളുണ്ട്. ഇനി പാബ്ലോ പിക്കാസോയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ചിത്രമാണ് ഗൂർണിക്ക എന്ന് പറയുന്ന ചിത്രം. അതുപോലെ ഗൂർണിക്ക, വീപ്പിംഗ് വുമൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാബ്ലോ പിക്കാസോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ചിത്രകാരന്മാരും അവരുടെ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കേസുകൾ നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ടുള്ള നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. മാച്ച് ദ ലിസ്റ്റ് 1 ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ലിസ്റ്റ് 2 വാട്ട് ദേ കണ്ടെയ്ൻ ഓർ ഡീൽ വിത്ത്. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകൾ, 12 പട്ടികകളാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് 4 പട്ടികകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തേർഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്, 3-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ഫോംസ് ഓഫ് ഓത്ത്സ് ആൻഡ് അഫർമേഷൻസ്. നമുക്കറിയാം നമ്മുടെ മന്ത്രിമാര്, പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഇവരുടെയൊക്കെ ഓത്ത്സ് അഫർമേഷൻസ്, അതായത് സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 3-ാമത്തെ പട്ടികയിൽ പറയുന്നത്. ഇനി 10th ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ആന്റി ഡിഫെക്ഷൻ, കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 10th ഷെഡ്യൂളിൽ പറയുന്നത്, 10ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. ഇനി 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് എന്താണ്? 8th ഷെഡ്യൂളിൽ പറയുന്നത് ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഭാഷകളെ കുറിച്ചാണ് 8th ഷെഡ്യൂളിൽ പറയുന്നത്. ഇനി 7ാം ഷെഡ്യൂൾ, 7th ഷെഡ്യൂളിൽ പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അധികാരങ്ങളുടെ ആ ഒരു വികേന്ദ്രീകരണം, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, യൂണിയന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റേറ്റിനും യൂണിയനും ഒരേപോലെ അധികാരമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്
ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം ഷെഡ്യൂളുകളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു കോഡാണ് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയായിരിക്കും, ഈ കോഡ് അറിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ടി എന്ന് പറയുന്നത് ടെറിട്ടറീസിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. ഇനി ഇ എന്ന് പറയുന്നത് ഇമോളുമെന്റ്സ് എന്ന് പറയുമ്പോൾ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒഫീഷ്യൽസിന് കൊടുക്കുന്നത്, അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ പട്ടികയിൽ പറയുന്നത്. മൂന്നാമത്തെ പട്ടിക എ എന്ന് പറയുമ്പോഴത്തേക്ക് അഫിർമേഷൻ, നമ്മളോട് പറഞ്ഞല്ലോ അഫിർമേഷൻ, ഓത്ത് ആൻഡ് അഫിർമേഷനെ കുറിച്ചാണ് മൂന്നാമത്തെ പട്ടികയിൽ പറയുന്നത്, സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നാലാമത്തെ ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഷെഡ്യൂൾഡ് ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അഞ്ചാമത്തെ ഷെഡ്യൂള്. ഇനി ആറാമത്തെ ഷെഡ്യൂളിൽ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, ചില പ്രത്യേക ഷെഡ്യൂൾഡ് ഏരിയാസ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് ആറാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. ഇനി ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്താണ് ഫെഡറലിസം എന്നാണ് ശരിക്കും നമ്മൾ പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ നമ്മൾ തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തിരിക്കലിനെയാണ് നമ്മൾ ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ പട്ടിക. ഇനി അടുത്തത് എട്ടാമത്തെ പട്ടികയാണ് റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്, എട്ടാമത്തെ പട്ടികയിൽ പറയുന്നത്. ഇനി ഒമ്പതാമത്തെ പട്ടിക എന്ന് പറയുമ്പോഴത്തേക്ക് ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പത്താമത്തെ പട്ടിക ഓൾഡ് വിയമിന്റെ ഡി എന്ന് പറയുന്ന ലെറ്റർ എന്തിനാണ് വരുന്നത്? ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതിൽ ആ ചോദ്യം നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ, ആ ചോദ്യം നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട്. 10th ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ എന്ന് നമുക്കിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 11ാമത് വരുന്നത് പഞ്ചായത്ത്. 11ാമത്തെ പട്ടിക എന്ന് പറയുന്നത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 12ാമത്തെ പട്ടിക എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അങ്ങനെ 12 ഷെഡ്യൂളുകളാണ് നമുക്ക് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്രിക്കിന്റെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ദ ഐഡിയാസ് ഓഫ് മഹാത്മാഗാന്ധി അബൌട്ട് വെൽഫെയർ സ്റ്റേറ്റ് ആർ എംബോഡീഡ് ഓൺലി ഇൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫേർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് തെറ്റായിട്ടുള്ള ആശയമാണ്. കാരണം വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 4 വരുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് ആർ ചാർട്ടേഡ് ഇൻ പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 4A _11 മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടികളെ കുറിച്ച് പറയുന്നത്. അതിന്റെ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51A ആണ്. ആർട്ടിക്കിൾ 51A. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ദ ഇന്ററിം പ്രസിഡന്റ് ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത് ഡോക്ടർ അംബേദ്കർ ആണ്. സച്ചിദാനന്ദ സിൻഹ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ ഇന്ററിം പ്രസിഡന്റ് ആയിരുന്നു. ഇത് അവിടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ ഇന്ററിം പ്രസിഡന്റ് ആയിരുന്നു സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 3 റോങ് ആണ്, 1 റോങ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അറിയാം. ഇനി അടുത്തത് ആർട്ടിക്കിൾ 32 വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഡോക്ടർ BR അംബേദ്കർ. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. റിട്ടുകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നാണ് അതിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് 2 and 4 ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഉം 4 ഉം ആണ് ശരിയായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ദ മോട്ടോ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷനിൽ വയം രക്ഷമഹ, നവസ്വർഷം ദീപ്തം, തേജസ്വി നവദിതമസ്സു, ജീവൻ പര്യന്ത് കർത്തവ്യ എന്ന് പറഞ്ഞ് 4 ഓപ്ഷനുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ഉത്തരമായിട്ട് വരുന്നത് നവസ്പർശം ദീപ്തം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ദ മോട്ടോ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് നഭസ്പർശം ദീപ്തം. ഇനി അടുത്തത് നമുക്ക് ഓപ്ഷനുകളിൽ ബാക്കി ഓപ്ഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. വയം രക്ഷമഹ മീൻസ് വി പ്രൊട്ടക്ട്. ഇത് ഇന്ത്യൻ ആർമിയുടെ മോട്ടോ ആണ്. ഇനി അതുപോലെ അടുത്ത് തേജസ്വി നവദിതമസ്തു എന്ന് പറയുന്നത് മേ അവർ ഗ്ലോറി ബി എവർ റിന്യൂഡ്. ഇത് ഇന്ത്യൻ നേവിയുടെ ആ ഒരു ആപ്തവാക്യമാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ജീവൻ പര്യന്ത് കർത്തവ്യ, ഡ്യൂട്ടി ടിൽ ദ എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മോട്ടോ ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മോട്ടോ ആണ്. ഓക്കെ, അപ്പൊ ഈ മോട്ടോസ് ഒക്കെ ഓർത്തു വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്
In addition to the headquarters located in New York, the United Nations has major offices in 3 other cities. Identify the cities എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് യുഎന്നിന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂയോർക്കിലെ ആസ്ഥാനം കൂടാതെ മറ്റ് 3 സബ് ഓഫീസുകളും കൂടെ യുഎന് വരുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജനീവ, നെയ്റോബി, വിയന്ന ആണ് കേട്ടോ. ഈ 3 സ്ഥലങ്ങളിലും കൂടിയാണ് യുഎന്നിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഓഫീസുകൾ വരുന്നത്. അടുത്തൊരു ചോദ്യം വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് ലൊക്കേറ്റഡ് സൈമിൾട്ടേനിയസ്ലി ഇൻ ഓൾ ദ 4 ഹെമിസ്ഫിയേഴ്സ്. നമ്മുടെ ഭൂഗോളത്തിനെ 4 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിൽ 4ലും ഒരു ഇൻക്ലൂഷൻ വരുന്ന ആ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു കൺട്രി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സാൻ മരീനോ, ലിച്ചൻസ്റ്റൈൻ, കിരിബത്തി, നോർവേ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കിരിബാത്തി ഐലൻഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഇത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡമാണ്. അവിടുന്ന് കുറച്ചുകൂടെ മാറിയാണ് കിരിബാത്തി ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇത് 4 ഹെമിസ്ഫിയേഴ്സിനെ നമ്മുടെ ഗ്ലോബിനെ 4 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് തിരിച്ചു 4ലും കണക്ഷൻ വരുന്ന ആ ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കിരിബാത്തി ഐലൻഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. മാച്ച് ദ ഫോളോവിംഗ് ലിസ്റ്റ് 1 വൈറ്റമിൻസ് വിത്ത് ദർ കെമിക്കൽ നെയിംസ്. വൈറ്റമിൻസും കെമിക്കൽ നെയിംസും. അപ്പൊ അതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ് അല്ലെ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വൈറ്റമിൻസും അവയുടെ കെമിക്കൽ നെയിമുകളും നമ്മളത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും നമുക്കൊരു കോഡ് വെച്ച് പഠിച്ചിരിക്കാം കേട്ടോ. അക്കീദു സലോ എന്ന് പഠിച്ചാൽ മതി. അക്കീദു സലോ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അകിദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ വംശമാണ്. അടിമ, അതായത് സ്ലേവ് ഡൈനാസ്റ്റി. ഇനി ഖി എന്ന് പറയുന്ന ഖിൽജി ഡൈനാസ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഥു എന്ന് പറയുന്നതോ തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ എന്ന് പറയുന്ന സയദ് വംശം. അതുപോലെ ലോ എന്ന് പറയുന്നത് ലോധി. അപ്പം അഖിദു സലോ എന്ന് പഠിച്ചാൽ മതി. അഖിദു സലോ എന്ന് പറയുമ്പോൾ അടിവംശം, അതായത് സ്ലേവ് ഡൈനാസ്റ്റി. ഖി എന്ന് പറയുമ്പോൾ ഖിൽജി അല്ലെങ്കിൽ ഖൽജി ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അതുപോലെ തു എന്ന് പറയുമ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റി. ഇനി അതുപോലെ സയദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. അങ്ങനെ 5 ഡൈനാസ്റ്റികളാണ് പ്രധാനമായിട്ടും ഡൽഹി സുൽത്താനേറ്റിൽ വരുന്നത്. അപ്പൊ ഈ കോഡിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടിയില്ല. സയദ് ഡൈനാസ്റ്റി ശരിയാണ്, ഖൽജി ഡൈനാസ്റ്റി ശരിയാണ്, തുഗ്ലക് ഡൈനാസ്റ്റി ശരിയാണ്, മുഗൾ ഡൈനാസ്റ്റിയാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. ദ ഡൈനാസ്റ്റി വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് മുഗൾ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്ത് നോക്കുക. ഇനി ഇതിന്റെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം അടിമ വംശമാണ് വരുന്നത്, രണ്ടാമത് ഖിൽജി വംശമാണ് വരുന്നത്, മൂന്നാമത് തുഗ്ലക് വംശം, അതിനുശേഷം സയദ് വംശം വരുന്നു, പിന്നീട് ലോധി വംശം വരുന്നു. അപ്പൊ ഈ ഇബ്രാഹിം ലോധിയെ പാണിപ്പട്ടി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുഗൾ വംശം, ബാബർ മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് അല്ലെ. അപ്പം അത്ര കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പം ഓരോ കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു എക്സാം വരുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു മെത്തേഡും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെറ്റിന്റെ എക്സാമിന് റെഗുലർ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എന്താ പറയാ, ഇതില് നമുക്ക് ഈ പറഞ്ഞ പോലെ ചോദിച്ചിരിക്കുന്നത് ഒരു ബുക്കിന്റെ പേരും അതിന്റെ ഓതറിന്റെ ഇതുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മാച്ച് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അരുന്ധതി റോയുടെ ബുക്ക് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇനി കിരൺ ദേശായിയുടെ ബുക്കായിട്ട് വരുന്നത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്റ്റ് എന്ന് പറയുന്ന ബുക്കാണ്. ഇനി അരവിന്ദ് അടികയുടെ ബുക്കാണ് ദ വൈറ്റ് ടൈഗർ. ഇനി VS നൈപ്പോളിന്റെ ബുക്കായിട്ട് വരുന്നതാണ് പിന്നെ ഫ്രീ സ്റ്റേറ്റ്. അപ്പം ഇതിനകത്ത് നമുക്ക് 4 ഓതേഴ്സിന്റെയും അവരുടെ ബുക്കിന്റെയും പേരുകൾ കിട്ടി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമിന് വരുമ്പം ഇത് തന്നെ ചിലപ്പം ഇവരുടെ തന്നെ ഈ ബുക്കുകളും ഈ പേരുകളുടെ ഓതേഴ്സിന്റെ നെയിമും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്
പഠിച്ചു പോവുക. ആ ഒരു മെത്തേഡിൽ പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറൊരു എക്സാം വരുമ്പോൾ നമുക്കത് അടുത്ത എക്സാമിൽ നമുക്ക് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്ന് പറയുന്നത് സെറ്റ് എക്സാമിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ പത്രം വായനയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസ് പേപ്പർ റീഡിങ്ങും നമുക്ക് ഒത്തിരി ജനറൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ കറക്റ്റ്? അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു നോക്കുക. ദി ഏർലിയർ നെയിം ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇംപീരിയൽ ബാങ്ക് എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേര്. 1955 ഇതിനെ നാഷണലൈസ് ചെയ്ത് ഈ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ഇന്ത്യസ് സെൻട്രൽ ബാങ്ക് ആൻഡ് കോൾഡ് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ആണ്. RBI ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഓർത്തു നോക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ഈസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നോൺ ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ ലോവസ്റ്റ് ഡിനോമിനേഷൻ ഓഫ് കറൻസി നോട്ട് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ₹1. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഏറ്റവും ചെറിയ ലോവസ്റ്റ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ₹1 കറൻസി ആണ് എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? RBI issues most currency notes, but ₹1 note are issued by Ministry of Finance. Ministry of Finance ആണ് ₹1 കോയിന് ഇറക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ₹1 നോട്ട് ഇറക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? ദ ലോവസ്റ്റ് ഡിനോമിനേഷൻ ഓഫ് കറൻസി, ₹1 നോട്ട് ഇറക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, റിസർവ് ബാങ്ക് അല്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. അപ്പൊ 2ഉം 3ഉം തെറ്റാണ് നമുക്ക് മനസ്സിലായി. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സിൻഡിക്കേറ്റ് ബാങ്ക് വാസ് മേർജ്ഡ് വിത്ത് കാനറ ബാങ്ക് ഇൻ 2020. 2020 സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കുമായിട്ട് മേർജ് ചെയ്തു എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ആൻസർ ഈസ് 1 and 4. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും മാച്ച് ദ ഫോളോവിംഗ് ആണ്. ചേരുംപടി ചേർക്കാനായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പൊ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഓരോന്നും ഏത് സ്ഥലങ്ങളിലാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇവിടെ ഫുട്ബോളും മാച്ചുകളൊക്കെ നടക്കുന്നതാണ്. ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിലാണ് കേട്ടോ. ഇനി ചിന്നസ്വാമി സ്റ്റേഡിയത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതെവിടെയാണ്? ബാംഗ്ലൂരിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയം വരുന്നത്. ഇനി കൃഷ്ണഗിരി സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അല്ലെ. അപ്പം കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. അപ്പം ഓർത്തിരിക്കുക, കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട്ടിലാണ് അല്ലെ. ഇനി ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് ഗ്രേറ്റർ നോയിഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞ ഒരു മോട്ടോർ റേസിംഗ് സർക്യൂട്ട് ആണ്. F1 ഫോർമുല 1 മാച്ചുകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഫോർമുല 1 കാർ റേസിംഗ് ഒക്കെ ഒരു വട്ടം നടന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ റേസിംഗ് സർക്യൂട്ട് ആണ് ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഓർത്തു വെക്കുക, ഇത്തരം സ്ഥലങ്ങൾ, ഈ ഗ്രൗണ്ടുകളും ഇതിന്റെ സ്ഥലങ്ങളും ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഇപ്പം പഠിച്ചു വെക്കുക. ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത, ചിന്നസ്വാമി സ്റ്റേഡിയം ബംഗളൂരു, കൃഷ്ണഗിരി സ്റ്റേഡിയം വരുന്ന എവിടെയാണ്? വയനാട്ടിലാണ്. ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് ആണെങ്കിൽ ഗ്രേറ്റർ നോയിഡ എന്ന് പറയുമ്പോഴത്തേക്കും UP-യിലാണ് കേട്ടോ വരുന്നത്, ഉത്തർപ്രദേശിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോവിംഗ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പൊ ഓരോ രാജ്യങ്ങളും ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരുടെയും ലിസ്റ്റുകളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്യോപ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെയ്ലി സെലാസി എന്ന് പറയുന്ന ആ ഒരു നേതാവാണ് കേട്ടോ. അല്ലെങ്കിൽ എത്യോപ്യയിൽ ഗാന്ധിയൻ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്ത കെനിയയിലേക്ക് വരുമ്പോഴത്തേക്കും ആരാണ്? കെനിയയിലെ ജോമോ കെനിയാത്തയാണ് കെനിയൻ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണക്ഷൻ വരുന്ന ഓരോ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളാണ് പറയുന്നത് കേട്ടോ. ഇനി ടാൻസാനിയയിലേക്ക് വരുമ്പോഴത്തേക്കും ജൂലിയസ്
നെരേരയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സാംബിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കോ സാംബിയ ആണെങ്കിൽ കെന്നത്ത് കൊണ്ട. കെന്നത്ത് കൊണ്ട. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 4321 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. എത്യോപ്യയിലാണെങ്കിൽ ഹെയ്ലി സെലാസി. ഇനി കെനിയയിലാണെങ്കിൽ ജോമോ കെനിയത്ത. ടാൻസാനിയ ആണെങ്കിൽ വരുന്ന ജൂലിയസ് നെരേര. സാംബിയ ആണെങ്കിൽ കെന്നത്ത് കൊണ്ട. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ലാതെ വരുന്നത് ഈ പറയുന്നതിൽ ഏത് പോസ്റ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ആദ്യമായിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദോസ് ഓഫീസേഴ്സ് ദാറ്റ് ആർ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുന്നത്. നിയമോപദേശനായിട്ട് വരുന്ന, കേന്ദ്ര സർക്കാരിന്റെ നിയമോപദേശനായിട്ട് വരുന്ന ആ ഒരു പോസ്റ്റാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഇനി സോളിസിറ്റർ ജനറൽ, പിന്നെ അതുപോലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAG ആർട്ടിക്കിൾ 148 ഇതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ കുറിച്ചും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 324 തൊട്ട് 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇതും കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ലാതെ വരുന്നത് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഏതാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ അല്ലാത്ത ഏതാണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലാത്തത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫോളോവിംഗ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമല്ലാത്ത ആ ഒരു ഏരിയ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം പറയുന്നത്. ഓപ്ഷൻ എ ഇംഗ്ലണ്ട് പറയുന്നുണ്ട്, സ്കോട്ട്ലൻഡ് പറയുന്നുണ്ട്, വെയിൽസ് ഉണ്ട്, അയർലൻഡ്. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസിൽ ഇതിൽ പ്രധാനമായിട്ടും ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്. ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് ആൻ ഐലൻഡ് ദാറ്റ് കംപ്രൈസസ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ പറയുന്ന 3 ഏരിയകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ യുണൈറ്റഡ് കിങ്ഡം. പക്ഷേ അയർലൻഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യമാണ്. ദി റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഈസ് എ സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് കൺട്രി ആൻഡ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഓർ യുണൈറ്റഡ് കിങ്ഡം. അതായത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെയോ ഗ്രേറ്റ് ബ്രിട്ടന്റെയോ ഒന്നും ഭാഗമല്ലാത്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് അയർലൻഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ബി നെയിംഡ് ആസ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ ബൈ ദ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു പദവി ലഭിച്ചിട്ടുള്ള, യുനെസ്കോയുടെ ആ ഒരു പദവി ലഭിച്ചിട്ടുള്ള സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വാരണാസി, കൊൽക്കത്ത, കോഴിക്കോട്, ന്യൂഡൽഹി. ഇവിടെ ഉത്തരവായിട്ട് വരുന്ന കോഴിക്കോടാണ് കേട്ടോ. അപ്പം യുനെസ്കോ സൈറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 42ഓളം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. അതിൽ 34 കൾച്ചറൽ, 7 നാച്ചുറൽ, അതുപോലെ 1 മിക്സഡ് സൈറ്റ്. ഈ രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട സൈറ്റുകളാണ് താജ്മഹൽ, അജന്ത എല്ലോറ കേവ്സ്, ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്, ഹംപി മോണുമെന്റ്സ്. ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട യുനെസ്കോ സൈറ്റുകളാണ്. അതുപോലെ സുന്ദർബൻസ് നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക്, നന്ദാദേവി വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുനെസ്കോ സൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ആ ഒരു യുനെസ്കോയുടെ പദവി ലഭിച്ചിരിക്കുന്നത് കോഴിക്കോടിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒറ്റ പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് ഭേദഗതി പ്രകാരമാണ് എന്നുള്ളതാണ് ചോദ്യം. 42ാം ഭേദഗതി പ്രകാരമാണ്. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇത് മാറ്റിയിരിക്കുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഒരു ഭേദഗതി അറിയപ്പെടുന്നത് കേട്ടോ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശമൊക്കെ മൗലിക അവകാശങ്ങളുടെ പദവിയിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എൻവയോൺമെന്റൽ മൂവ്മെന്റുകളുടെ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ദ ഫസ്റ്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആയിട്ട് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 ചിപ്കോ മൂവ്മെന്റ് ലെഡ് ബൈ സുന്ദർലാൽ ബഹുഗുണ. The movement gained prominence in the 1970s, primarily known for its violent resistance to deforestation. അപ്പോൾ ഡീഫോറസ്റ്റേഷന് എതിരായിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് ചിപ്കോ മൂവ്മെന്റ്. സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രസ്ഥാനം വരുന്നത്. 1970s ആ ഒരു ടൈമിലാണ്. ഇനി അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ.
നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് 1980-കളിൽ മേധാ പിട്കറിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. അപ്പം നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേധാ പിട്കർ ആണ്. ചിപ്കോ മൂവ്മെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സുന്ദർലാൽ ബഹുവയാണ്. ചിലപ്പം അടുത്ത പ്രാവശ്യമൊക്കെ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അല്ലെ. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ചിപ്കോ മൂവ്മെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഇങ്ങനത്തെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓപ്ഷനിലുള്ളത് അപ്പിക്കോ മൂവ്മെന്റ് ആണ്. അപ്പിക്കോ മൂവ്മെന്റ് പാണ്ഡുരംഗ് ഹെഗ്ഡെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ബിഷ്ണോയ് മൂവ്മെന്റ്. അപ്പൊ ഈ ആപ്പിക്കോ മൂവ്മെന്റ് ഏകദേശം 1980 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഇനി ഓപ്ഷൻ ഡിയിൽ വരുന്നതാണ് ബിഷ്ണോയ് മൂവ്മെന്റ്. അപ്പൊ ഈ ബിഷ്ണോയ് മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1730-ലാണ് ബിഷ്ണോയ് മൂവ്മെന്റ്. 1730-കളിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഖേജരി എന്ന് പറയുന്ന ട്രീസ് രാജസ്ഥാനിലെ രാജാക്കന്മാരുടെ ആ ഒരു സോൾജിയേഴ്സ് അത് മുറിക്കാനായിട്ട് വന്നപ്പോൾ ഇവർ ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ തടയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയുണ്ടായി. ആ ഒരു സംഭവമാണ് ബിഷ്ണോയ് മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം വഹിച്ച അമൃതാദേവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ മൂവ്മെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബിഷ്ണോയ് മൂവ്മെന്റ് തന്നെയായിരിക്കും. 1730-കളിലാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അജന്ത എല്ലോറ കേവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The paintings in the Ajanta Ellora caves are indicative of the development of art during the period of രാഷ്ട്രകൂടാസ്, പല്ലവാസ്, ചാലൂക്യസ് ആൻഡ് പാണ്ഡ്യാസ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്ന രാഷ്ട്രകൂടാസ് ആണ് കേട്ടോ. രാഷ്ട്രകൂടാസിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് അവരാണ് അജന്ത എല്ലോറ കേവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലോറ കേവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കൈലാസ ടെമ്പിൾ വെർ പ്രൈമറിലി ബിൽഡ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി. കൈലാസ ടെമ്പിൾ ഒക്കെ എല്ലോറ കേവിലാണ് വരുന്നത്. അതുപോലെ അജന്ത കേവ്സ് ഹാവ് ഏർലിയർ ബുദ്ധിസ്റ്റ് കേവ് മോണുമെന്റ്സ്. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അജന്ത കേവ്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അജന്ത എല്ലോറ കേവ്സ് ഇതൊക്കെ രാഷ്ട്രകൂടാസിന്റെ അവരുടെ ആ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ രാഷ്ട്രകൂടാസ് ആർക്കിടെക്ചറിലായിട്ട് വളരെയധികം സംഭാവനകൾ ഇന്ത്യൻ കൾച്ചറിന് നൽകിയിട്ടുള്ള ഒരു രാജവംശം കൂടിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹു വാസ് ദ ഫസ്റ്റ് റമോൺ മാഗ്സസെ അവാർഡ് വിന്നർ. അപ്പോൾ ആദ്യമായിട്ട് റമോൺ മാഗ്സസെ അവാർഡ് വിജയിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. വിനോബ ഭാവെ ഇന്ത്യയിലെ ഒരു സ്പിരിച്വൽ ലീഡർ ആയിരുന്നു. 1958-ലാണ് അദ്ദേഹത്തിന് റമോൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഹി റിസീവ്ഡ് ദ അവാർഡ് ഫോർ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ഫോർ ഹിസ് ഹൂദാൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു റമോൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? വെൽത്തി ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്നും അവർ ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന ലാൻഡ് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഭൂദാൻ മൂവ്മെന്റിന്റെ ഉദ്ദേശം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് റമോൺ മാഗ്സസെ അവാർഡ് 1958 ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പെർഫോമിംഗ് ആർട്സ് ഓഫ് കേരള ഈസ് ഇൻകറക്റ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ പെർഫോമിംഗ് ആർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എയിൽ പടയണി ഈസ് പെർഫോംഡ് ഇൻ ഓണർ ഓഫ് ഭദ്രകാളിയുടെ ഓണറിംഗിലേക്കാണ് പടയണി പെർഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കുമ്മാട്ടിക്കളി ഫാൾസ് ഇൻ ടു ദ കാറ്റഗറി ഓഫ് നോൺ റിച്വലിസ്റ്റിക് മാജിക്കൽ ആർട്ട് ഫോംസ് ഓഫ് കേരള. അപ്പൊ അതൊരു മാജിക്കൽ ആർട്ട് ഫോം ആയിട്ട് ആണ് പറയുന്നത്. നോൺ റിച്വലിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തീർച്ചയായിട്ടും ഒരു എന്താണ് പറയുക, ഒരു പെർഫോമിംഗ് ആർട്ടായിട്ട് തന്നെ വരുന്ന കാര്യമാണ്. നോൺ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു കുമ്മാട്ടിക്കളി പെർഫോം ചെയ്യുന്നതാണ് ഓണത്തിന്റെ ആ ഒരു പീരീഡിൽ. ഇനി അടുത്ത മോഹിനിയാട്ടം ട്രേസസ് ഇറ്റ്സ് റെപ്പർട്ടോർ ടു ദ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് നാട്യശാസ്ത്ര. എന്താണ് റെപ്പർട്ടോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെപ്പർട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓൾ ദ തിങ്സ് ദാറ്റ് എ പേഴ്സൺ ഈസ് ഏബിൾ ടു ഡു. അതായത് മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മോഹിനിയാട്ടം ട്രേസസ് ഇറ്റ്സ് റെപ്പർട്ടോർ ഇൻ ദ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് നാട്യശാസ്ത്ര. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡിയിൽ വരുന്ന ദ മിഴാവ് ഈസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ കൂടിയാട്ടം. കൂടിയാട്ടത്തിന് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് മിഴാവ് എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി ഒഴിവാക്കി എഴുതാനായിട്ട് സാധിക്കും. കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് നോൺ റിച്വലിസ്റ്റിക് ആണ്, ഒരു മാജിക്കൽ ആർട്ട് ഫോം ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്
അത് റോങ് ആണെന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ചില ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കിയും ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ച് ഒഴിവാക്കി എടുക്കാൻ പറ്റുന്ന ഇത്തരം ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ചില ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ഒഴിവാക്കി കളയാതെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനൊക്കെ ശ്രമിക്കുക. നമുക്ക് എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ലാത്തതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, ദ അജിറ്റേഷൻ ഓഫ് ദ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്രിസ്ത്യൻ ഈഴവ ആൻഡ് ദ മുസ്ലിം ഗ്രൂപ്പ്സ് against constitutional reforms of 1932 is known in Travancore history as എന്ത് പേരിലാണ് ഈ ഒരു അജിറ്റേഷൻ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ അജിറ്റേഷൻ ഓഫ് ദ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്രിസ്ത്യൻ ഈഴവ ആൻഡ് മുസ്ലിം ഗ്രൂപ്പ്സ്. അപ്പൊ ഇവർ 1932 ഒരു അജിറ്റേഷൻ മൂവ്മെന്റ് സംഘടിപ്പിച്ചു. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം എന്ന് അറിയപ്പെടുന്നു. നിവർത്തന പ്രക്ഷോഭം അല്ലെ, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. അപ്പൊ 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 ഇനി നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 ഉഗ്നി എന്ന് പറഞ്ഞ് നമുക്കിത് പഠിച്ചു വെക്കാം കേട്ടോ. ഉഗ്നി 1930, 31, 32. അപ്പൊ ഓർത്തിരിക്കുക, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 1932 ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം ഗ്രൂപ്പുകൾ അവർക്ക് വേണ്ട ജോലിയിലൊക്കെ വേണ്ട അവകാശങ്ങളെ കുറിച്ചും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. Okay, അപ്പോൾ according to Article 359 of the Indian Constitution, which articles of it cannot be eliminated under any circumstances even during emergency? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത ആ ഒരു മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ആർട്ടിക്കിൾ 20, 21, 23, 24, 30, 31, 12 to 35 എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 20, 21. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റവാളികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന റൈറ്റ് ടു ലൈഫ് ആണ്. ഇപ്പൊ ഈ ആർട്ടിക്കിൾ 20ഉം 21ഉമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത രണ്ട് മൗലിക അവകാശങ്ങൾ. അപ്പൊ ആ കാര്യം നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത്, ദേശീയ അടിയന്തരാവസ്ഥ അല്ലെ. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, സ്റ്റേറ്റ് എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പറയുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ദ ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, സൈലന്റ് വാലി, തെന്മല, സുന്ദർബൻസ് നാഷണൽ പാർക്ക്. 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് തെന്മലയാണ് കേട്ടോ. അപ്പൊ തെന്മല ഓർത്തിരിക്കുക. ദ ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം തെന്മലയാണ്. കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കമ്പനീസ്, അതുപോലെ കൺട്രി ഓഫ് ഒറിജിൻ. ലെനോവോ, ഇതെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പം ലെനോവോ എന്ന് പറയുന്നത് ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലെനോവോ ചൈനയാണ് കേട്ടോ, ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് നോക്കിയയെ കുറിച്ച് പറയുമ്പോൾ ഫിൻലാൻഡിലാണ് നോക്കിയയുടെ നോക്കിയ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റാർട്ടിങ്. ഇനി അടുത്തായിട്ട് ദാസോ ഇൻഡസ്ട്രീസ്, നമുക്ക് ഡെസോൾട്ട് എന്ന് പറയുമെങ്കിലും പ്രൊനൗൺസിയേഷൻ ഡാസോ എന്നാണ് വരുന്നത്. ഡെസോ ഇൻഡസ്ട്രീസ് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. അതുപോലെ ഹ്യൂലറ്റ് പക്കാർഡ് HP യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ലെനോവോ ഓപ്ഷൻ 4 ചൈന, നോക്കിയ ഫിൻലാൻഡ് ഓപ്ഷൻ 3. ഇനി അടുത്ത് ഡെസോ ഇൻഡസ്ട്രീസ് ഫ്രാൻസ് 1, ഇനി ഹ്യൂലറ്റ് പക്കാർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ലെനോവോ ചൈന, നോക്കിയ ഫിൻലാൻഡ്, ഡെസോ ഇൻഡസ്ട്രീസ് ഫ്രാൻസ്, ഹ്യൂലറ്റ് പക്കാർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, മാച്ച് ദ ഫോളോവിംഗ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പൊ സ്പോർട്സ് പേഴ്സണാലിറ്റീസും അവരുടെ രാജ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് ടെന്നീസ് പ്ലെയർ ആണ്. അപ്പം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. നൊവാക് ജോക്കോവിച്ച് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സെർബിയക്കാരനാണ്. മൈക്കിൾ ഫെലിപ്സിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നീന്തൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മൈക്കിൾ ഫെലിപ്സ് ആയിരിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് പ്ലെയർ ആണ്. റോബർട്ട് ലെവൻഡോസ്കി പോളണ്ടിന്റെ ഫുട്ബോൾ പ്ലെയർ ആണ്. ഓക്കെ, അപ്പം ഇത്തരം ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റീസും അവരുടെ രാജ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പം അതും നമ്മൾ പഠിച്ച് വെക്കുക.
ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ച് സെർബിയ, മൈക്കിൾ ഫിലിപ്സ് USA, ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയ, റോബർട്ട് ലെവാൻഡോസ്കി പോളണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ പലപ്പോഴും നമുക്ക് എല്ലാത്തിന്റെയും ഉത്തരം അറിയത്തില്ലെങ്കിൽ പോലും പലപ്പോഴും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയാമെങ്കിലും എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഭാരതീയ നിയമ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അല്ല, IPC ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ ഡെഫിനിഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഭാരതീയ ന്യായ സംഹിത ഇസ് ദ ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ഒഫീഷ്യൽ ക്രിമിനൽ കോഡാണ് ഇത് എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് BNS വാസ് പാസ്ഡ് ഇൻ ദ പാർലമെന്റ് ഇൻ ജൂൺ 2023. 2023 ജൂണിലാണ് ഇത് പാസ്സാക്കിയെന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2023 ഡിസംബറിലാണ് ഇത് പാർലമെന്റ് പാസ്സാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അടുത്ത സ്റ്റേറ്റ്മെന്റ് BNS കെയിം ഇൻ ടു എഫക്ട് ഓൺ 1 ജൂലൈ 2024. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2024 ജൂലൈ 1-നാണ് BNS നിലവിൽ വരുന്നത്. കെയിം ഇൻ ടു എഫക്ട് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂലൈ 1, 2024 ആണ്. സോ നമുക്കിവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന 1 and 3 ഉള്ളി. ഓപ്ഷൻ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുന്നത് അല്ലെ. അപ്പം ഡിസംബർ 2023-ലാണ് ഇത് പാസ്സാക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. BNS 2023 ഡിസംബറിലാണ് പാർലമെന്റ് പാസ്സാക്കുന്നത്. നിലവിൽ വരുന്ന ജൂലൈ 1-നും. Okay, അടുത്ത ചോദ്യം, who among the following declined the Nobel Prize for Literature stating that he don't want to be institutionalized? institutionalized ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോബൽ പ്രൈസ് നിരസിച്ച ആ ഒരു വ്യക്തി, ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് നിരസിച്ച ആ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം ജീൻ പോൾ സാർത്താണ് കേട്ടോ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു, പ്ലേ റൈറ്റർ, നോവലിസ്റ്റ് ഒക്കെ ആയിരുന്നു. 1964 അദ്ദേഹത്തിന് ലഭിച്ച ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ആണ് അദ്ദേഹം നിരസിച്ചത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പലപ്പോഴും എക്സാമുകൾക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പിക്കും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വിന്റർ ഒളിമ്പിക്സ് നമ്മൾ അങ്ങനെ അധികം നോട്ട് ചെയ്യേണ്ട. സമ്മർ ഒളിമ്പിക്സ് ആണ് നമ്മൾ സാധാരണ ഒളിമ്പിക്സ് എന്നുള്ള രീതിക്ക് മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പോൾ അത് മെയിൻ ആയിട്ടും നോട്ട് ചെയ്യുക കേട്ടോ. 2028 സമ്മർ ഒളിമ്പിക്സ്, അതായത് ഒളിമ്പിക്സ് 2028 നടക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ലോസ് ആഞ്ചലസിലാണ്. 2032 ആണെങ്കിൽ ഓസ്ട്രേലിയയിലാണ് കേട്ടോ. അപ്പം ലോസ് ആഞ്ചലസ് 2028 ഒളിമ്പിക്സ്, 2032 സമ്മർ ഒളിമ്പിക്സ് ഓസ്ട്രേലിയ, ബ്രിസ്ബൻ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി ജസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെയുണ്ട്. അപ്പൊ അത് നടക്കുന്നത് 2026 നടക്കുന്ന ഇറ്റലിയിലെ മിലാൻ, കോട്ടനാടി, ആംബിസോ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലാണ്. ഇനി അടുത്ത് 2032 ഫ്രഞ്ച് ആൽപ്സിലുമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രീവിയസ് 2-3 വർഷങ്ങളിൽ സെറ്റില് ജനറൽ ടോപ്പിക്കുകളും ചോദിച്ചിട്ടുള്ള എക്സാമുകളുടെ ഒരു പാറ്റേണും പഠിക്കേണ്ട രീതി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു സെക്ഷനുമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.